പിന്നെ ഈ സൈഡിൽ കൂടെ വരുന്ന ആ റോഡിൽ നിന്ന് വരുന്ന വണ്ടിയും പെട്ടെന്ന് വരുമ്പം ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. വർക്കല ആറ്റിങ്ങൽ റൂട്ടിൽ ചെറുന്നിയൂർ കഴിഞ്ഞ് വെള്ളിയാഴ്ചക്കാവ് ദേശത്തെത്തുന്നവർ വീതിയേറിയ റോഡ് കണ്ട അമിത വേഗതയിൽ പോകാമെന്ന് കരുതരുത്. തൊട്ടുമുന്നിലായി നിങ്ങളെ കാത്ത ഒരു അപകട കെണി ഒരുക്കിയ പാലമുണ്ട്. വീതി കുറഞ്ഞ് കഷ്ടിച്ചൊരു വാഹനത്തിന് കടന്നു പോകാവുന്ന വീതി മാത്രമുള്ള വെള്ളിയാഴ്ചക്കാവ് പാലം. മറ്റൊരു വാഹനം എതിരെ വന്നാൽ കാത്തു നിൽക്കണം. പോരാത്തതിന് തൊട്ടടുത്ത് അപകട ഭീതി പരത്തി ഒരു കുഴൽ കിണറുമുണ്ട്. ചെറുന്നിയൂരിൽ നിന്ന് മണനാക്ക് വഴി ആറ്റിങ്ങലിലേക്കുള്ള പൊതുമരാമത്ത് റോഡിലാണ് വെള്ളിയാഴ്ചക്കാവ് പാലം സ്ഥിതി ചെയ്യുന്നത്. കവലിയൂർ, ചെറുന്നിയൂർ, മണമ്പൂർ, ഒറ്റൂർ മേഖലകളിലൂടെ കടന്നു പോകുന്ന റൂട്ടിൽ വർഷങ്ങളായി വാഹന ഗതാഗതം ഗണ്യമായി വർദ്ധിച്ചിട്ടും ഈ പാലത്തിന്റെ വീതി കൂട്ടാൻ അധികൃതർ നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് അത്ഭുതകരമായ കാര്യം. പാലത്തിന് മീറ്ററുകൾ മാറി റോഡരികിൽ കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച കുഴൽ കിണറും അനുബന്ധ ഉപകരണങ്ങളും റോഡിലേക്ക് ചാഞ്ഞ് അപകട ഭീതിയുണ്ടാക്കി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കിണർ നീക്കം ചെയ്യാനും പുതിയ പാലം നിർമ്മിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ്റെ പേര് അരുണിമ. ഞാൻ ഈ ചെറുന്നിയൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലെ മെമ്പറാണ്. ഈ തോടും ഈ പാലം ഇതെല്ലാം എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരുപാട് നാളത്തെ പ്രശ്നമാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഇതുവരെയ്ക്ക് പാലം പുനർനിർമ്മാണത്തിലോട്ട് വന്നിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയ്ക്ക് അതിൻ്റെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ എത്രയും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാലം ഒന്ന് വീതി കൂട്ടി നമുക്കതിൻ്റെ നടത്തിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപകടാവസ്ഥ എന്ന് വെച്ചാൽ 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, ആൾക്കാർക്ക് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. രാവിലെയൊക്കെ സ്കൂൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കൂടെ വരുന്ന ആ റോഡിൽ നിന്ന് വരുന്ന വണ്ടിയും പെട്ടെന്ന് വരുമ്പം ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. വെള്ളിയാഴ്ചക്കാവ് തോടിന് മീതെ നിർമ്മിക്കപ്പെട്ട 25 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും ഏകദേശം കാലപ്പഴക്കം 80 വർഷം വരുമെന്ന് അനുമാനിക്കാം. ഒറ്റവരി പാതയാണ് ഇവിടെയുള്ളത്. മാത്രമല്ല വശങ്ങളിൽ നടപ്പാതയുമില്ല. വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇടുങ്ങിയ രീതിയിലാണ്. സദാസമയവും തിരക്കേറിയ ഒരു സ്ഥലം. ആറ്റിങ്ങലിലേക്ക് പോകുന്ന പ്രധാന വഴി ആയതുകൊണ്ട് തന്നെ ബസ് സർവീസുകളും ഇതുവഴിയുണ്ട്. 10 വർഷം മുൻപ് പദ്ധതി മാത്രം രൂപീകരിച്ചു. പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് നടന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ പാലത്തിന് 1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നാണ് OS അംബിക MLA അറിയിച്ചത്. എന്നാൽ തുടർ നടപടികൾ ഇന്നും ആരംഭിച്ചിട്ടില്ല. തിരക്കേറിയ ദേശീയപാതയ്ക്ക് ബദലായി വർക്കലയ്ക്കും ആറ്റിങ്ങലിനുമിടയിൽ യാത്രാദൂരം കുറഞ്ഞ പാത കൂടിയാണ് ഈ റോഡ്. ചില സമയങ്ങളിൽ വാഹനങ്ങൾ കടന്നു പോകാൻ എതിരെയുള്ള വാഹനങ്ങൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ്. 2 ചെറു വാഹനങ്ങൾക്ക് പോലും ഒരേ സമയം ഇതുവഴി കടന്നു പോകാൻ പറ്റില്ല എന്നതും ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ സുരക്ഷിതരല്ല എന്നുള്ളതും ഇതുവഴി യാത്ര ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും. എത്ര തന്നെയായാലും അധികൃതർ മാത്രം ഇതൊന്നും കാണുന്നില്ല. അപകടങ്ങൾ നിത്യസംഭവമായാലും ഇതുവഴി കടന്നു പോകുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഈ പാലം ഇതുപോലെ തന്നെ ഇവിടെ തുടരാനാണ് സാധ്യത. ഇനിയെങ്കിലും അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.